അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച യുവാവിനായി നാട് കൈകോർത്തു. മുഴപ്പിലങ്ങാട് മുണ്ടാമ്പലം പുതിയാണ്ടി സ്വദേശി ശ്രീജിത്തിന്റെ ചികിത്സാ സഹായ ധനശേഖരണാർത്ഥമാണ് നാട് ഒരുമിച്ചത്. അടിയന്തര ശസ്ത്രക്രിയക്കായി 15 ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് വേണ്ടി ജീവൻ രക്ഷാ പണപ്പയറ്റാണ് നടന്നത്. ഒരു ക്ഷണപത്രം എന്ന രീതിയിലാണ് പുതിയാണ്ടി ശ്രീജിത്തിന് വേണ്ടി ജീവൻ രക്ഷാ പയറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സഹായ കമ്മിറ്റി രംഗത്തു വന്നത്. അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച മുഴപ്പിലങ്ങാട് മുണ്ടാമ്പലം പുതിയാണ്ടി സ്വദേശി ഷീജിത്തിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ തുടരുന്ന ഷീജിത്തിന്റെ ചികിത്സയ്ക്കായി 20 ലക്ഷം രൂപയോളമാണ് ആവശ്യമുള്ളത്. നമ്മൾ ആദ്യം പോണ്ടിച്ചേരി ജിമ്മർ ആശുപത്രിയിലാണ് കാണിച്ചത്. അവിടുന്ന് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പ്രശാന്ത് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവർ കോടിയേരി ക്യാൻസർ സെൻറ്ററിലേക്ക് മാറ്റി. അവിടെ ചന്ദ്രനായർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. ഇപ്പോൾ അത് ഒരു വർഷവും 3 മാസവുമായി. അപ്പോൾ ഈ മാസം അവരൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇന്നത്തെ മാസം പൈസ അടച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം സീരിയസ് ആണ് കുറച്ച്. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിൽ മാത്രമേ സാധാരണ ജീവിതത്തിലേക്ക് ശ്രീജിത്തിന് തിരികെ വരാൻ കഴിയുകയുള്ളൂ. ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ശസ്ത്രക്രിയയ്ക്കാവശ്യമായ 15 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിനായിട്ടായിരുന്നു ജീവൻ രക്ഷാ പയറ്റ് നടത്തിയത്. നമ്മളിവിടെ 2000-ഓളം ആളുകളുടെ ഭക്ഷണമാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 500-ലധികം പേരാണ് ഈ പരിപാടിയുമായി സഹകരിച്ചിട്ട് വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. കമ്മിറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണത്. ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇവിടെയുള്ള ഈ ജനസാഗരം തന്നെ. സീതാന്റെ ജീവൻ രക്ഷിക്കാൻ നാട് ഒരുമിക്കുന്നു, ഒപ്പമുണ്ട് ഞങ്ങളെന്നുള്ള പേരിൽ ഈ പരിപാടി ജനമനസ് ഏറ്റെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. രാത്രി ഭക്ഷണത്തോടു കൂടിയുള്ള സഹായ അഭ്യർത്ഥനയാണ് നടത്തിയത്. വടക്കൻ മലബാറിൽ മാത്രം പ്രചാരമുള്ള വാക്കാണ് പയറ്റ്. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതും പണം ശേഖരിക്കുന്ന രീതി അല്ലെങ്കിൽ പരസ്പര സഹായം എന്നുകൂടിയാണ്. സാധാരണ പുതിയ തലമുറക്ക് ഈ പയറ്റിനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ പയറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വടക്കൻ കേരളത്തിൽ ഉള്ള പരസ്പരമായ ഒരു സാമ്പത്തിക സഹായമാണ് ഈ പയറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ നാദാപുരം വടകര മേഖലകളിലാണ് ഇത് വ്യാപകമായിട്ട് നടപ്പിലാക്കാറുള്ളത്. പക്ഷേ ഇത് നമ്മുടെ മുഴപ്പിലങ്ങാട് പ്രദേശത്ത് ഈ വളരെ വർഷങ്ങളായി ഇത്തരം ഒരു സംരംഭം ഇല്ല. അപ്പോൾ നമ്മളിത് പുതിയൊരു മാതൃക എന്ന നിലയിൽ ഒരു ചികിത്സാ ധനസമാഹരണ നിലയിലാണ് പയറ്റ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ല പ്രതികരണമാണ് നാട്ടുകാരെടുക്കുന്നും ഉണ്ടായിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സമീപിച്ചപ്പോൾ മുഴുവൻ സാധനങ്ങളും ഈ പയറ്റ് ഭക്ഷണ പയറ്റിനാവശ്യമായ മുഴുവൻ സാധനങ്ങളും നമുക്ക് സ്പോൺസറായിട്ട് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ 1 രൂപ പോലും നമുക്ക് കമ്മിറ്റി ഇതിന് എടുത്ത് ചെലവഴിക്കാതെ തന്നെ എല്ലാ സഹകരണങ്ങളും നമ്മുടെ മനസ്സായ എല്ലാ നാട്ടുകാരെടുക്കുന്നു. അതുപോലെ തന്നെ വിദേശത്തു നിന്നായിക്കോട്ടെ, വിവിധ സംഘടനകളായിക്കോട്ടെ, ക്ലബ്ബുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ സഹായമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പയറ്റ് എന്നത് ഇനിയൊരു പുതിയ മാതൃക, ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പുതിയൊരു മാതൃക ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈയൊരു വാക്കുകൂടിയാണ് ഈയൊരു ചികിത്സാ സഹായത്തോടുകൂടി വീണ്ടും പ്രചാരത്തിലോട്ട് വന്നത്.